ഫസ്റ്റ് സീനിൽ ഒരു ചെറുപ്പക്കാരനെ കാണിക്കുന്നു. അവൻ ഗൗരവത്തിൽ ഒരു റൂമിൽ ഒറ്റയ്ക്ക് ഒരു വയലിൻ പ്ലേ ചെയ്യുന്നു. അവൻ്റെ ഫേസിൽ മുറിവിൻ്റെ പാടുകളുണ്ട്. ഇതേ സമയം ഗോസ്റ്റുകളെ കാണിക്കുകയാണ്. അവർ അവൻ്റെ സോങ്ങിന് അനുസരിച്ച് മൂമെൻസുകൾ നൽകി സോങ് ആസ്വദിക്കുകയാണ്. ശേഷം വയലിൻ പ്ലേ ചെയ്ത് അവസാനിപ്പിച്ച് അവൻ ഫോൺ എടുത്ത് ഡയൽ ചെയ്യുന്നു. അപ്പോൾ തന്നെ റൂമിൻ്റെ പുറത്തേക്കുള്ള ഡോർ തുറക്കപ്പെടുന്നു. അവൻ അതിലേക്കൂടെ പുറത്തേക്ക് പോകുന്നു. ഇതാണ് നമ്മുടെ ഡ്രാമയുടെ ഹീറോയിൻ. അവൻ സ്റ്റൈലിൽ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. ഫേസിൽ മുറിവ് പോലെ ഉണ്ടായിരുന്ന മേക്കപ്പുകളെല്ലാം റിമൂവ് ചെയ്യുന്നു. ഇദ്ദേഹമാണ് ക്വാങ് മുഷാങ്, ഡാമൻ കൾച്ചറിൻ്റെ പ്രസിഡന്റ്. സീക്രട്ട് റൂം തീം കോൺഫറൻസ് എന്ന ഒരു പുതിയ തീം കണ്ടുപിടിച്ചു. അതിൻ്റെ റിലീസാണ് ഇപ്പോൾ ഇവിടെ നടന്നത്. ശേഷം അവൻ നേരെ സ്റ്റേജിലേക്ക് പോയി തൻ്റെ കോൺസെപ്റ്റിനെ പറ്റി എല്ലാവർക്കും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് എല്ലാവരെയും അതിലേക്ക് വെൽക്കം ചെയ്യുന്നു. ഇവിടെയാണ് നമ്മുടെ ഡ്രാമ സ്റ്റാർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് സീനിൽ ഹീറോ കോൺഫറൻസ് എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് വരുന്നത് കാണിക്കുന്നു. പെട്ടെന്ന് അവൻ്റെ തോളിലേക്ക് ഒരു പ്രേതം വന്ന് പിടിക്കുന്നു. ഹീറോ തിരിഞ്ഞു നോക്കുന്നു. പ്രേതം അവനെ പേടിപ്പിക്കുന്നു. പക്ഷേ ഹീറോയ്ക്ക് യാതൊരു ഭാവമാറ്റവും ഉണ്ടാകുന്നില്ല. സത്യത്തിൽ അതൊരു ഗോസ്റ്റ് അല്ലായിരുന്നു. അതാണ് നമ്മുടെ ഡ്രാമയിലെ ഹീറോയിൻ. അവൾ മുഖംമൂടി മാറ്റി ഹീറോയോട് പറയുന്നു, ചീഫ് ജോ, ഒരുപാട് നാളായല്ലോ കണ്ടിട്ട്. ഞാൻ സൂനിയാൻ, എന്നെ ഓർമ്മയുണ്ടോ? എനിക്ക് ഞങ്ങളുടെ മാഗസീനിൽ ഇടാൻ വേണ്ടി നിങ്ങളുടെ ഒരു ഇൻ്റർവ്യൂ തരാവോ എന്ന് ചോദിക്കുന്നു. ഹീറോ അവളെ മൈൻഡ് ചെയ്യാതെ അവിടെ നിന്നും പോകുന്നു. സു അവൻ്റെ പിറകെ പോകുന്നു. പക്ഷേ അവൾ പെട്ടെന്ന് താഴെ വീഴുന്നു. അവൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവിടെ നിന്നും നടന്നു പോകുന്നു. നമ്മുടെ ഹീറോയിനും ഒരുമിച്ച് പഠിച്ചവരാണ്. സു ഒരു മാഗസീനിൽ എഡിറ്ററായി വർക്ക് ചെയ്യുന്നു. അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഫോറിനിൽ പോയി സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യുക എന്നതാണ്. ക്വാങ്ങിൻ്റെ ഇൻ്റർവ്യൂ എടുത്ത് പ്രൊമോഷൻ കിട്ടിയാൽ മാത്രമേ അവൾക്ക് ഫോറിനിൽ പോയി പഠിക്കാൻ കഴിയുകയുള്ളൂ. അടുത്ത സീനിൽ ഹീറോയെ കാണിക്കുന്നു. അവൻ അവൻ്റെ ഓഫീസിൽ വന്നതാണ്. റൂമിൽ വന്ന് അവൻ ആവശ്യമായ ഫയലും എടുത്ത് നോക്കാൻ പോകുമ്പോൾ അതിൻ്റെ സൈഡിലുണ്ടായിരുന്ന ഫിഷിനെ ഇട്ടിരുന്ന ഗ്ലാസ് താഴെ വീഴുന്നു. ഫിഷ് താഴെ വീണ് ജീവന് വേണ്ടി തുടിക്കുന്നു. ഹീറോ അത് നോക്കിയിട്ട് മൈൻഡ് ചെയ്യാതെ അവൻ്റെ ജോലി നോക്കുന്നു. അപ്പോഴാണ് അവിടേക്ക് PA ഓടി വന്നത്. ഫിഷ് താഴെ കിടക്കുന്നത് കണ്ട് PA ഓടി വന്ന് അതിനെ രക്ഷിക്കുന്നു. ശേഷം ഹീറോയെയും ഫിഷിനെയും മാറി മാറി നോക്കുന്നു. അപ്പോഴാണ് ഹീറോയുടെ ഫോൺ റിങ് അടിക്കുന്നത്. അവൻ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നു. അമ്മയാണ് വിളിച്ചത്. അമ്മ പറഞ്ഞു, എനിക്ക് പബ്സ് വേണം.